2.5 മാസത്തിന് ശേഷം കണ്ണീര് പറ്റിയുറ്റവർക്കരികിലേക്ക് അർജുൻ മടക്കയാത്രയിലാണ്. DNA പരിശോധനാ ഫലം പോസിറ്റീവായതിന് പിന്നാലെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ആംബുലൻസ് ഷിരൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. കാർവാർ MLA ഉൾപ്പെടെയുള്ള കർണാടക സംഘവും വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. ഒരു നാടിനെ ഒന്നാകെ കരയിപ്പിച്ച പെരുമഴ പെയ്ത്തായിരുന്നു 74 നാൾ മുൻപേ ഷിരൂരിൽ. ഇന്നും അർജുൻ്റെ മടക്കയാത്രയിൽ യാത്രാമൊഴിയേകി മഴ. DNA പരിശോധനാ ഫലം അനുകൂലമായതിന് പിന്നാലെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അർജുനെ തിരഞ്ഞ നാളുകളിൽ കൂടെ നിന്ന് MLA സതീഷ് കൃഷ്ണസേലും വിട പറയാനെത്തി. I, along with Ashraf ji, you know that Ashraf has, from the day one he is here, and our Calicut MP Raghavan Saab also called me, and especially our CM told me to hand over 5 lakhs rupees to his mother. രാവിലെ 8 മണിയോടെ കണ്ണാടിക്കല്ലെ വീട്ടിലെത്തുന്ന തരത്തിലാണ് മടക്കയാത്ര. ഈ യാത്രയിൽ അർജുനെ കാത്ത് ചിരിക്കുന്ന മുഖങ്ങളോ നിറഞ്ഞ മനസ്സുകളോ ഇല്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരു നാടും ഒരു വീടും പ്രിയപ്പെട്ട അർജുനെ കാത്തിരിക്കുകയാണ്. 74 ദിനരാത്രങ്ങൾക്ക് ശേഷം അർജുൻ കന്നഡ മണ്ണിൽ നിന്ന് മടങ്ങുകയാണ്. ഇനിയൊരു മടക്കയാത്രയില്ല, നിത്യതയിലേക്കാണ് ഈ യാത്ര. വേണു PS-നൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ഷിരൂർ.